ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലത്തെ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്വിറ്റി ഷെയർസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിനായിട്ടും രണ്ട് ടൈപ്പ് ഓഫ് ഷെയർസ് ആണുള്ളത്, പ്രിഫറൻസ് ഷെയർസും ഇക്വിറ്റി ഷെയർസും. അതിൻ്റെ പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡീറ്റെയിൽ ഡിസ്കഷൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഇക്വിറ്റി ഷെയർസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഒരു പ്രിഫറൻഷ്യൽ റൈറ്റും ഇല്ലാത്ത റിഗാർഡിംഗ് ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ, അതിന് യാതൊരു പ്രിഫറൻഷ്യൽ റൈറ്റും കിട്ടാത്ത ഒരു കാറ്റഗറി ഓഫ് ഷെയർസിനെ വിളിക്കുന്ന പേരാണ് ഇക്വിറ്റി ഷെയർസ് എന്ന് വിളിക്കുന്നത്. അവർക്കുള്ള ആകെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ അവർക്ക് കൂടുതൽ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടും. ഇന്ന് എത്ര ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഡിവിഡൻഡ് അല്ല അവർക്ക് കിട്ടുക, പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റിയാൽ കൂടുതൽ കൂടുതൽ ഡിവിഡൻഡ് അവർക്ക് കിട്ടും. അതാണ് അവർക്കൊരു അഡ്വാൻറ്റേജ്. അതുപോലെ അവർ ഓണേഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. നമ്മുടെ കമ്പനിയുടെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത് ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇസോസിനെ കുറിച്ച്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാനെ കുറിച്ചും പഠിച്ചു. അതുപോലെ സ്വെറ്റ് ഇക്വിറ്റിനെ കുറിച്ച് പഠിച്ചു. ഇത് രണ്ടും കമ്പനിയുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഷെയർസ് ആണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയറും അതുപോലെ ഇസോസ് എന്ന് പറയുന്നതും. അതിൽ സ്വെറ്റ് എന്ന് പറയുന്നത് അതെന്താണ്, ഒരു മോട്ടിവേഷൻ പോലെയാണ്. അതായത് നമ്മുടെ കമ്പനിയിലത്തെ ഏതെങ്കിലും ഒരു എംപ്ലോയി നമ്മുടെ കമ്പനിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് തരാണെങ്കിൽ അവർക്ക് അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാം. അതിന് വിളിക്കുന്ന പേരാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് വിളിക്കുന്നത്. ഇസോസ് എന്ന് പറഞ്ഞാൽ കമ്പനി പുതുതായിട്ടൊരു ഇഷ്യൂ നടത്തുമ്പോൾ നമ്മൾ ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എക്സിസ്റ്റിംഗ് നമ്മുടെ കമ്പനിയിലുള്ള എംപ്ലോയീസിനെ അവർക്ക് ഒരു കൺസെഷൻ റേറ്റിൽ അവർക്കൊരു ഓഫർ കൊടുക്കാം. അതിനെ വിളിക്കുന്ന പേരാണ് ഇസോസ് എന്ന് വിളിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. നെക്സ്റ്റ് ഈസ് മീനിങ് ഓഫ് സ്റ്റോക്ക്. നമ്മൾ നേരത്തെ ഷെയറിൻ്റെ ഡെഫിനേഷനിൽ ഇൻക്ലൂഡിങ് സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു ടേം യൂസ് ചെയ്തു. അവിടെ ആ സ്റ്റോക്കിൻ്റെ മീനിങ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. സ്റ്റോക്ക് ഈസ് എ സെറ്റ് ഓഫ് ഷെയർസ് പുട്ട് ടുഗദർ ഇൻ എ ബണ്ടിൽ. നമ്മുടെ കമ്പനിയിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസൊക്കെ മൊത്തത്തിൽ ടോട്ടലായിട്ട് പറയുമ്പോൾ വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക്. നമ്മൾ അക്കൗണ്ടിങ്ങിലെ സ്റ്റോക്ക് എന്ന് പഠിച്ചിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും. അത് നമ്മുടെ റോ മെറ്റീരിയലും ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്റ്റോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പനിയിലെ നമ്മൾ നേരത്തെ പറഞ്ഞോണം ക്യാപിറ്റലിനെ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ഷെയർ എന്ന് നമ്മൾ പഠിച്ചു. നമ്മുടെ കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ ഷെയറുകളെയും കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക്. ഓക്കെ, സ്റ്റോക്ക് ഈസ് എ സെറ്റ് ഓഫ് ഷെയർസ് പുട്ട് ടുഗദർ ഇൻ എ ബണ്ടിൽ. ഓക്കെ, അതാണ് അതിൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത്. ഇനി അതിൻ്റെ ഡിഫറൻസ് നോക്കാം. എന്താണ് ഷെയറും സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയാൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാവാം. ഷെയർസ് പറയുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ഡയറക്ട്ലി. Stock cannot be issued directly. Only fully paid shares can be converted into stock. നമുക്കറിയാം സ്റ്റോക്ക് എന്ന് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് പബ്ലിക്കിന് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഓരോ യൂണിറ്റിനും വിളിക്കുന്ന പേരാണ് ഷെയർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഡയറക്റ്റ് ഇഷ്യൂ വരാറുണ്ട്. പക്ഷെ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഡയറക്റ്റ് ഇഷ്യൂ ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ ഇഷ്യൂ ചെയ്ത് വെച്ചിട്ടുള്ള ഷെയർസിൽ എത്ര നമ്പറാണോ ഫുള്ളി പെയ്ഡപ്പ് ഉള്ളത് അതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ അർത്ഥം പാർട്ടിലി പെയ്ഡപ്പ് ആയ ഷെയർസ് ഏതിൽ പെടില്ല, സ്റ്റോക്കിൽ പെടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫണ്ട് കണ്ടെത്താനായിട്ട്, നമുക്ക് ഓർഗനൈസേഷനിൽ ആവശ്യമുള്ള ക്യാപിറ്റൽ കണ്ടെത്താനായിട്ട് നമ്മൾ ഓരോ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ കുറച്ച് വിളിക്കും, കുറച്ച് വിളിക്കാതിരിക്കും. അതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് അതിന് ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ഷെയർസ് എന്ന് പറയുന്നത്. ഈ ഷെയർസ് ഫുള്ളി പെയ്ഡപ്പ് ഷെയർസ് മാത്രം മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, then it has a nominal value, it has no nominal value. ഷെയറിന് കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഫേസ് വാല്യൂ ഉണ്ട്. സ്റ്റോക്കിന് അങ്ങനെയല്ല, മൊത്തത്തിലൊരു ടോട്ടലായിട്ടാണ് പറയുക. ഓരോ ഇൻഡിവിജ്വൽ ഷെയറിൻ്റെയും ഫേസ് വാല്യൂയോ നോമിനൽ വാല്യൂയോ നമ്മൾ പറയാറില്ല. അപ്പോൾ ഷെയർസിന് നോമിനൽ വാല്യൂ ഉണ്ട്, സ്റ്റോക്കിന് നോമിനൽ വാല്യൂ ഇല്ല. Then it can be fully paid or partly paid up. ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ളി പെയ്ഡപ്പ് ആവാം അല്ലെങ്കിൽ പാർട്ടിലി പെയ്ഡപ്പ് ആവാം. അതേസമയം സ്റ്റോക്ക് നിർബന്ധമായിട്ടും എന്തായിരിക്കണം, ഫുള്ളി പെയ്ഡപ്പ് ആയിരിക്കണം. ഫുള്ളി പെയ്ഡപ്പ് ഷെയർസ് മാത്രമേ നമ്മൾ എന്തായിട്ട് പറയാറുള്ളൂ, സ്റ്റോക്കായിട്ട് പറയാറുള്ളൂ. അപ്പോൾ ഷെയർസ് ഫുള്ളി ആവാം, പാർട്ടിലിയും ആവാം. പക്ഷെ സ്റ്റോക്ക് എപ്പോഴും എന്തായിരിക്കണം, ഫുള്ളി പെയ്ഡപ്പ് ആയിരിക്കണം. സ്റ്റോക്കിൽ ഒരിക്കലും പാർട്ടിലി പെയ്ഡപ്പ് ഷെയർസ് വരാനായിട്ട് പാടില്ല.
Then it has a distinctive number. It does not bear any distinctive number. ഷെയറിന് കൃത്യമായിട്ടൊരു സ്പെസിഫിക് ആയിട്ട് നമ്പറുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ സ്റ്റോക്കിന് ഉണ്ടാവില്ല. മൊത്തത്തിലുള്ള എമൗണ്ട് ആണ് പറയുക. ഇത്ര ഞാൻ നേരത്തെ പറഞ്ഞോണം 1000 ഷെയർസ് 10 രൂപ വെച്ച് അങ്ങനെ ഷെയർസിനാണ് പറയുള്ളൂ. സ്റ്റോക്കിന് അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു നമ്പർ വെച്ചിട്ട് പറയാറില്ല. അപ്പോൾ ഇറ്റ് ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റ് നമ്പർ. ഇറ്റ് ഡസ് നോട്ട് ബെയർ എനി ഡിസ്റ്റിങ്ക്റ്റീവ് നമ്പർ. It is transferred only in multiples of 1. It can be transferred in fraction. നമുക്ക് ഒരു ഷെയർ അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. പകുതി ഷെയർ, കാൽ ഷെയർ, മുക്കാൽ ഷെയർ അങ്ങനെയൊന്നും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. അതേസമയം നമുക്ക് സ്റ്റോക്ക് എങ്ങനെ ചെയ്യാം? അതുപോലെ ഫ്രാക്ഷൻ ആയിട്ട് ടോട്ടൽ സ്റ്റോക്കിന്റെ പകുതി വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒരു 1/4 വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. 3/4 ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെയൊക്കെ സ്റ്റോക്കിനാണ് പറ്റുള്ളൂ. ഷെയർ നമുക്ക് എപ്പോഴും ഒരെണ്ണമായിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. All the shares of the class are of equal denominations. It may different denomination. അതായത് ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിൽ വരുന്ന, അതായത് ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ വരുന്ന ഷെയർസിനെല്ലാം ഈക്വൽ ഡിനോമിനേഷൻസ് ആണ് ഉണ്ടാവുക. ഇപ്പോൾ 100 ഷെയർസ് ഉണ്ടെങ്കിൽ ആ 100 എണ്ണത്തിലും ഈക്വൽ ഡിനോമിനേഷൻസ് ആണ് ഉണ്ടാവുക. അതുപോലെ സ്റ്റോക്കിൽ നിർബന്ധമില്ല. ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ വരുന്നതിന് ഡിഫറെൻറ്റ് ഡിനോമിനേഷൻസ് ആയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഷെയറിൻ്റെയും സ്റ്റോക്കിൻ്റെയും മെയിൻ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ കണ്ടെത്താനായിട്ട്, ഫണ്ട് കണ്ടെത്താനായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഫണ്ടിനെ വിളിക്കുന്ന പേരാണ് ഷെയർ എന്ന് വിളിക്കുന്നത്. അതിലെ ഫുള്ളി പെയ്ഡപ്പ് ഷെയർസിന് മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക്. അതാണ് സിമ്പിൾ ആയിട്ട് സ്റ്റോക്കിൻ്റെയും ഷെയറിൻ്റെയും ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. മറ്റ് ഡിഫറൻസ് നിങ്ങൾ പോയിന്റ് ചെയ്തിട്ട് പഠിച്ചു വയ്ക്കും. ഇനി നമുക്ക് നമ്മുടെ ഈ ചാപ്റ്ററിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് കടക്കാൻ പോവാണ്. ഇഷ്യൂ ഓഫ് ഷെയർസ്. എങ്ങനെയാണ് ഒരു കമ്പനി, ഇപ്പോൾ നമ്മൾ അതിൻ്റെ ടൈപ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഒരു കമ്പനി അതിൻ്റെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതും പിന്നെ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ് നമുക്ക് മെയിനായിട്ടും പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കാം. ഇഷ്യൂ ഓഫ് ഷെയർസ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ കമൻസിങ് എ ബിസിനസ് ഓഫ് എ കമ്പനി ഈസ് ടു റേസ് ക്യാപിറ്റൽ ബൈ ദ ഇഷ്യൂ ഓഫ് ഷെയർസ്. നമുക്കറിയാം എല്ലാവർക്കും ഏതൊരാൾക്കും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്താ ആവശ്യമുണ്ട്? ക്യാപിറ്റൽ ആവശ്യമുണ്ട്. ക്യാപിറ്റൽ ആളുടെ കയ്യിൽ സ്വന്തമായിട്ട് എടുക്കാനില്ലെങ്കിൽ അവർ എന്തായാലും എന്ത് ഇഷ്യൂ ചെയ്യും? ഷെയർസ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഒരു കമ്പനിയുടെ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് എന്ത് വെച്ച് തുടങ്ങുന്നതാണ്? ഇതുപോലത്തെ ഷെയർസ് ഇഷ്യൂ ചെയ്യലാണ് ആദ്യം വേണ്ടത്. കാരണം ഒട്ടുമിക്ക ആൾക്കാരും സ്വയമായിട്ട് ക്യാഷ് ഇറക്കാൻ ഇല്ലാണ്ട് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് നമ്മുടെ ബിസിനസ് നടത്താനുള്ള ഫണ്ട് കണ്ടെത്തുക. അപ്പോൾ ഏതൊരു ബിസിനസ് ആയാലും ആവശ്യം വേണ്ട ഒരു എലമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു കമ്പനിയുടെയും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എന്ത് വെച്ചിട്ടാവും തുടങ്ങുക? ഇഷ്യൂ ഓഫ് ഷെയർസ് വെച്ചിട്ടാവും തുടങ്ങുക. The shares can be issued for consideration or for consideration other than or for cash or for consideration other than cash. ഒന്നല്ലെങ്കിൽ ഷെയർസ് ക്യാഷ് ആയിട്ട് ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ അതർ ദാൻ ക്യാഷ് ആയിട്ടും ഇഷ്യൂ ചെയ്യാം. ഇപ്പോൾ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യേണ്ടത് ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ് തന്നെയാണ്. അതർ ദാൻ ക്യാഷ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ കണ്ടെത്താനായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ ക്യാഷിന് ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഫോർ എ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ആയിട്ടും ഇഷ്യൂ ചെയ്യാം. The shares of a company can be issued in 3 ways. ഇനി ഇതുപോലെ നമുക്ക് ഫോർ ക്യാഷിനാണ് നമ്മൾ ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് 3 വേസ് വെച്ചിട്ട് 3 മാർഗത്തിലൂടെ നമുക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. പ്രൈവറ്റ് പ്ലേസ്മെന്റ്, റൈറ്റ് ഇഷ്യൂ, പബ്ലിക് ഇഷ്യൂ. 3 മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെന്റ് നടത്താം, അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ നടത്താം, അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂ നടത്താം. അതിൽ പബ്ലിക് ഇഷ്യൂയുടെ അണ്ടറിൽ തന്നെ 2 സബ് ടൈപ്സ് വരുന്നുണ്ട്. ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഉണ്ട്, ഓഫർ ഫോർ സെയിൽ ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഇത്രയ്ക്ക് മനസ്സിലാക്കുക. ഷെയർസ്, ഒരു കമ്പനിയുടെ ഷെയർസ് നമുക്ക് 3 മെത്തേഡിൽ കൂടെ മൊബിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെന്റ് നടത്താം, അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ നടത്താം, അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂ നടത്താം. അതിൽ തന്നെ പബ്ലിക് ഇഷ്യൂന് 2 സബ് ടൈപ്സ് വരുന്നുണ്ട്. ഇനീഷ്യൽ പബ്ലിക് ഓഫറും വരുന്നുണ്ട്, ഓഫർ ഫോർ സെയിലും വരുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കാം. ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. It is defined as any offer of security or invitation by a company to subscribe securities to a selected group of persons through a private placement offer letter. നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. Any offer of security or invitation, അതായത് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ എന്താ കുറച്ച് സെക്യൂരിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓഫർ കൊടുക്കണം. ആരെ? ബൈ എ കമ്പനി. ആർക്ക്? ടു സബ്സ്ക്രൈബ് ബൈ എ കമ്പനി. എന്തിനു വേണ്ടി? ടു സബ്സ്ക്രൈബ് സെക്യൂരിറ്റീസ്. അത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോട് പറയുന്നു? ടു എ സെലക്ടഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ.
അതായത് നമ്മൾ തന്നെ നേരത്തെ കൂട്ടി തന്നെ കുറച്ച് ആൾക്കാരെ കണ്ടുവച്ചിട്ടുണ്ടാവും. അവർക്ക് ഒരു ഓഫർ അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ കൊടുക്കാണ്. ആരെ കൊടുക്കണു? കമ്പനി കൊടുക്കണു. എന്തിനു വേണ്ടി? ടു സബ്സ്ക്രൈബ് സെക്യൂരിറ്റീസ് ത്രൂ എ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫർ ലെറ്റർ. എങ്ങനെയാണ് ഇൻവിറ്റേഷൻ കൊടുക്കുന്നത്? പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇൻവിറ്റേഷൻ എന്തിനു വേണ്ടി? ടു സബ്സ്ക്രൈബ് ദി സെക്യൂരിറ്റീസ്. ഇത് സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ കൊടുക്കണം. എങ്ങനെ? പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്തിട്ടാണ് അങ്ങനെ ഇൻവിറ്റേഷൻ കൊടുക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. Shares are issued to a selected group of investors instead of inviting public to subscribe its shares. അത് മൊത്തത്തില് ജനറൽ പബ്ലിക്കിനൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റില്ല. കമ്പനി തീരുമാനിച്ചു വെച്ചിട്ടുള്ള, മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കമ്പനി ഇഷ്യൂ ചെയ്യുള്ളൂ. അവർക്ക് മാത്രമേ അത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ജനറൽ പബ്ലിക്കിന് അത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ. ദ ഓഫർ ഷുഡ് നോട്ട് ബി മെയ്ഡ് ടു മോർ ദാൻ 50%. അതുപോലെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു 50 പേരിൽ കൂടുതൽ ആൾക്കാർക്ക് ഇത് ഇഷ്യൂ ചെയ്യാനും പാടില്ല. ദ കമ്പനി ഹാസ് ടു കംപ്ലൈ വിത്ത് ഓൺലി ഫ്യൂവർ ലീഗൽ ഫോർമാലിറ്റി. ഈ വഴിക്കാണ് നമ്മൾ ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് തീർക്കാനായിട്ട് പറ്റും. കാരണം ലീഗൽ ഫോർമാലിറ്റീസ് വളരെ കുറവാണ്. ഇതിലെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ് നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിലെ ലീഗൽ ഫോർമാലിറ്റീസ് വളരെ കുറവാണ്. നമുക്ക് ഇത് ഇഷ്യൂ ചെയ്യുന്ന പ്രോസസ്സ് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ അത്രയ്ക്കാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ജനറൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയേണ്ടത്. അത് പബ്ലിക്കിന് മൊത്തത്തിൽ കൊടുക്കില്ല. കമ്പനി കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവർക്ക് മാത്രമായിട്ട് ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുക. അവരോട് പറയാം നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് നമ്പർ 50% കൂടാനായിട്ട് പാടില്ല. ജനറൽ പബ്ലിക്കിന് അത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പാടില്ല. ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം വളരെ കുറവാണ്. ഓക്കെ. Then the second one is right issue. Private placement നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഓരോ നമ്മൾ സെലക്ട് ചെയ്ത പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൽ മാത്രമാണ് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ്. നമ്മൾ പഠിച്ചു. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് റൈറ്റ് ഇഷ്യൂ ആണ്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ആൻ ഇഷ്യൂ ഓഫ് ഷെയർസ് ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിംഗ്. അതായത് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ കുറച്ച് നമ്മുടെ കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമായിട്ടാണ് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ അതിന് വിളിക്കുന്ന പേരാണ് റൈറ്റ് ഇഷ്യൂ. അത് നമ്മൾ നേരത്തെ പറഞ്ഞോളം നമ്മൾ കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നില്ല. പുതുതായിട്ട് ഒരാൾക്കും ഇഷ്യൂ ചെയ്യുന്നില്ല. പുതുതായിട്ട് പബ്ലിക്കിനും ഇഷ്യൂ ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മുടെ കയ്യിൽ നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ആ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമായിട്ട് അവർക്ക് ഇപ്പോൾ അവരുടെ കയ്യിലുള്ള ഷെയർസിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കുറച്ച് നമ്പർ ഓഫ് ഷെയർസ് മാത്രമാണ് നമ്മൾ ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ഇഷ്യൂ. ദ ഷെയർസ് ആർ ഇഷ്യൂഡ് ഓൺലി ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പം എൻ്റെ കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഞാൻ എന്ത് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നുള്ളൂ? ഷെയർസ് ഇഷ്യൂ ചെയ്യണം എന്നുള്ളതെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് right issue. Okay, it is the issue of shares to the existing shareholders in proportion to their existing shareholding. അതായത് ഇപ്പം അവർക്ക് അവരൊരു പ്രൊപ്പോർഷൻ തീരുമാനിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഇപ്പം ഓൾറെഡി 5 ഷെയർ ഉള്ളവർക്ക് ഒരു ഷെയർ വെച്ച് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിൽ 10 ഷെയർ ഉണ്ടെങ്കിൽ പുതുതായിട്ട് 2 ഷെയർ കിട്ടും. 15 ഷെയർ ഉണ്ടെങ്കിൽ പുതുതായിട്ട് 3 ഷെയർ കിട്ടും. ഒരു പ്രൊപ്പോർഷൻ അവർ ഫിക്സ് ചെയ്യും. ആ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് മാത്രമാണ് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ഇഷ്യൂ. പുതിയൊരു ഷെയർ ഹോൾഡേഴ്സും നമ്മുടെ കമ്പനിയിലേക്ക് വരുന്നില്ല. ഓക്കെ. നോ നീഡ് ടു ഇഷ്യൂ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് എന്നാൽ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. അതൊരു നോട്ടീസ് പോലെ നമ്മൾ ഈ പ്രോസ്പെക്ടസ് എന്ന് കണ്ടിട്ടില്ല. അതായത് ഈ കോളേജിലൊക്കെ കോളേജിന്റെ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലാണ് ആ കോളേജിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവുക. അതുപോലെ ഓരോ കമ്പനിക്കും പ്രോസ്പെക്ടസ് ഉണ്ട്. ആ പ്രോസ്പെക്ടസിലൂടെയാണ് കമ്പനി ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യേണ്ടത്. ഇവിടെ എന്താണ്? നമ്മൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാത്തത് കൊണ്ട് എന്ത് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല? പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ. റൈറ്റ് ഇഷ്യൂനെ കുറിച്ച് തൽക്കാലം ഇത്രയ്ക്ക് പഠിച്ചാൽ മതി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ട്. അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഇവിടെ ജസ്റ്റ് അതിന്റെ മീനിങ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഒരു കമ്പനി പുതുതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ജനറൽ പബ്ലിക്കിനോ അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിനോ ഇഷ്യൂ ചെയ്യുന്നില്ല. നമ്മുടെ കമ്പനിയിൽ ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് മാത്രമായിട്ടാണ് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ഇഷ്യൂ. ഓക്കെ. നെക്സ്റ്റ് ഈസ് പബ്ലിക് ഇഷ്യൂ. ഇനി അടുത്ത മൂന്നാമത്തെ എന്താണോ? രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞു. പ്രൈവറ്റ് പ്ലേസ്മെന്റ് കഴിഞ്ഞു, റൈറ്റ് ഇഷ്യൂ കഴിഞ്ഞു. അടുത്തതിന് പബ്ലിക് ഇഷ്യൂ ആണ്. ഇറ്റ് മീൻസ് സെല്ലിംഗ് ഓഫ് ഷെയർസ് ഓർ സെക്യൂരിറ്റീസ് ടു പബ്ലിക്
by issue of prospectus. നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ പബ്ലിക്കിന് കൊടുക്കുകയാണെങ്കിൽ, പബ്ലിക്കിന് വിൽക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് മെത്തേഡിലും ആദ്യത്തിൽ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ആൾക്ക് മാത്രമേ നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളൂ, ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തേൽ നമ്മുടെ കമ്പനിയിൽ ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് ലിസ്റ്റ് ഒന്നും ഉണ്ടാക്കണില്ല, അതുപോലെ നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ മാത്രമായിട്ട് ഒതുക്കണില്ല. നമ്മൾ പബ്ലിക്കിന് കൊടുക്കുകയാണ്. പബ്ലിക്കിലുള്ള ആർക്ക് വേണമെങ്കിലും എൻ്റെ കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാം. അതിന് വിളിക്കുന്ന പേരാണ് പബ്ലിക് ഇഷ്യൂ. ഇറ്റ് മീൻസ് സെല്ലിംഗ് ദ ഷെയർസ് ഓർ സെക്യൂരിറ്റീസ് ടു പബ്ലിക് ബൈ ദ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. അപ്പോൾ നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യണം, പ്രോസ്പെക്ടസ് നിർബന്ധമായിട്ടും ഇഷ്യൂ ചെയ്തിരിക്കണം. പ്രോസ്പെക്ടസ് എന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തു. ഒരു കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ്, അവിടുത്തെ റൂൾസ്, റെഗുലേഷൻസ്, ടേംസ്, പോളിസീസ് എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റിനെ കമ്പനി പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് എന്ന് പറയുന്നത് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. നമ്മൾ പബ്ലിക് ഇഷ്യൂ ആണ് നടത്തണമെന്ന് വെച്ചാൽ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ഇഷ്യൂ ചെയ്തിരിക്കണം, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിരിക്കണം. അതിലാണ് കൃത്യമായിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയുടെ ഷെയർസ് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഇന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യണം. ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഡീറ്റെയിൽ ഇൻസ്ട്രക്ഷൻസ് ആ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ടാവും. അതിനോട് കൂടി നമുക്ക് ഇപ്പോൾ ഷെയർസിന്റെ അപ്ലിക്കേഷൻ ഫോമും അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പബ്ലിക് ഇഷ്യൂ നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ഇഷ്യൂ ചെയ്തിരിക്കണം, പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്ത് അത് സർക്കുലേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇറ്റ് മീൻസ് സെല്ലിംഗ് ഓഫ് ഷെയർസ് ഓർ സെക്യൂരിറ്റീസ് ടു പബ്ലിക് ബൈ ദ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് വഴിക്കാണ് നമ്മൾ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് പബ്ലിക് ഇഷ്യൂ. ഇറ്റ് ഈസ് ഓഫ് ടു ടൈപ്സ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, രണ്ട് സബ് ടൈപ്സ് ഉണ്ട് അതിന്. ഇനീഷ്യൽ പബ്ലിക് ഓഫർ, സെക്കൻഡ് വൺ ഓഫർ ഫോർ സെയിൽ. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. Initial public offer. The company sells shares to general public for the first time. ഒരു കമ്പനി ആദ്യമായിട്ടാണ് പബ്ലിക് ഇഷ്യൂ നടത്തുന്നതെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ കമ്പനി പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ. IPO എന്ന് ഷോർട്ടായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു കമ്പനി ആദ്യമായിട്ടാണ് ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ. ചില കമ്പനികളുണ്ട് തുടക്കത്തിൽ ഇപ്പോൾ അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ക്യാഷ് അവരുടെ കയ്യിൽ ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് 2020 സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ 20 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ക്യാഷ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അവരപ്പോൾ ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്നില്ല. അത് കഴിഞ്ഞ് 21 ഒക്കെ കഴിഞ്ഞ് 22 ഒക്കെ ആകുമ്പോഴായിരിക്കും അവർക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നത്. ഫണ്ടിന് ഷോർട്ടേജ് വരികയാണെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ അവരുടെ IPO എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തല്ലോ, 20 തുടങ്ങിയ കമ്പനിയാണ്. പക്ഷെ അവർ 20 IPO നടത്തിയില്ല. അവർ നടത്തിയത് എന്നാണ് 22 കാരണം അവർ അന്നാണ് ആദ്യമായിട്ട് ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തത്. 20 സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ പബ്ലിക് ഇഷ്യൂ നടത്തിയിട്ടില്ല. അപ്പോൾ അവർക്ക് IPO വന്നിട്ടില്ല. അപ്പോൾ അവർ ആദ്യമായിട്ട് പബ്ലിക് ഇഷ്യൂ നടത്തിയത് 22 അന്നാണ് അവർക്ക് IPO വരുള്ളൂ. ഓക്കെ, അപ്പോൾ എന്നാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ IPO വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാണോ കമ്പനി പബ്ലിക് ഇഷ്യൂ നടത്തുന്നത് ഫോർ ദി ഫസ്റ്റ് ടൈം അതിനെ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ. The second one is offer for sale. Under this method, shares are allotted through intermediary such as issue house, merchant banks, investment bank, etc. നമ്മൾ നേരിട്ടിട്ടല്ല ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ ഈ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ആ പ്രോസസ്സ് ഒരു ഇന്റർമീഡിയറിക്ക് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഓഫർ ഫോർ സെയിൽ. നമ്മൾ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. ക്യാപിറ്റലൊക്കെ ഫണ്ടൊക്കെ മൊബിലൈസ് ചെയ്യുന്നത് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. യാതൊരു വ്യത്യാസവും ഇല്ല. പക്ഷെ കമ്പനി നേരിട്ടിട്ടല്ല ഇതുപോലത്തെ ഒരു ഓഫർ നടത്തുന്നത്. അതിന്റെ ഇടയിൽ ഇന്റർമീഡിയറി ആയിട്ട് ഒന്നില്ലെങ്കിൽ ഒരു ഇഷ്യൂ ഹൗസോ അല്ലെങ്കിൽ മെർച്ചന്റ് ബാങ്കോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കോ ഉണ്ടാവും. നമ്മുടെ കമ്പനി മൊത്തം ഈ ഷെയർ ഇഷ്യൂവിന്റെ മൊത്തം പ്രോസസ്സ് ആരെ ഏൽപ്പിക്കുന്നു, ഈ മെർച്ചന്റ് ബാങ്കിനോ അല്ലെങ്കിൽ ഇന്റർമീഡിയറിനോ ഏൽപ്പിക്കുന്നു. അവർ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് ഫണ്ട് റെഡിയാക്കി തരും. ഓക്കെ, നമുക്ക് യാതൊരു റിസ്കും ഇല്ല, യാതൊരു ടാസ്കും ഇല്ല. ഈ ഒരു ഡ്യൂട്ടി നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ബിസിനസ്സിന്റെ ഏതെങ്കിലും ഒരു ഡ്യൂട്ടി പുറത്തുള്ള ഒരു ഏജൻസിക്ക് നമുക്ക് വിൽക്കാം. അതുപോലെ കമ്പനി എന്ത് ചെയ്തിരിക്കുന്നു, ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞ ആ ഒരു ഡ്യൂട്ടി
ഒരു തേർഡ് പാർട്ടിക്ക് മേ ബി എ മെർച്ചന്റ് ബാങ്ക്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഓർ ഇഷ്യൂസ് ആരെങ്കിലും ആയിക്കോട്ടെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാണ് ആ കമ്പനി അല്ലെങ്കിൽ ആ മെർച്ചന്റ് ബാങ്ക് കമ്പനിക്ക് വേണ്ടിയിട്ട് ഈ ഷെയർ ഇഷ്യൂ ചെയ്യേണ്ട എല്ലാ പ്രോസസ്സും ചെയ്ത് അവസാനം ഫണ്ട് മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും? ക്യാഷ് തരും. ഓക്കെ, ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഓഫർ ഫോർ സെയിൽ. കമ്പനിക്ക് അപ്പോൾ വളരെ റിസ്ക് കുറവാണ്, വർക്ക് വളരെ കുറവാണ്. അപ്പോൾ ഏത് രീതിയിലായാലും നമുക്ക് പബ്ലിക്കേഷൻ നടത്താം. അപ്പോൾ 2 ടൈപ്പ് ഉണ്ട്, ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഉണ്ട്, ഓഫർ ഫോർ സെയിൽ ഉണ്ട്. നമ്മൾ ജനറൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്നാണ് നമ്മുടെ കമ്പനിക്ക് ആവശ്യമുള്ള ഫണ്ട് മൊബിലൈസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് പബ്ലിക് ഇഷ്യൂ. അപ്പോൾ നമുക്ക് ഈ 3 മെത്തേഡിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാം, പ്രൈവറ്റ് പ്ലേസ്മെന്റ് നടത്താം, റൈറ്റ് ഇഷ്യൂ നടത്താം, പബ്ലിക് ഇഷ്യൂ നടത്താം. നമ്മുടെ കമ്പനിക്ക് ഏതാണ് കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത് ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. Okay. Next is procedure for issuing new shares. നമ്മളിങ്ങനെ പബ്ലിക് ഓഫർ നടത്തുമ്പോൾ നമുക്ക് ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണെന്നൊക്കെ നോക്കാം. ഇക്വിറ്റി ഓഫറിംഗ് ബൈ ദ കമ്പനി ആർ ഇൻ 2 ഫോംസ്. ഈ രീതിയിൽ പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ നമുക്ക് 2 രീതിയിൽ എന്ത് നടത്താം? നമ്മൾ നേരത്തെ പറഞ്ഞു ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് നടത്താം, അല്ലെങ്കിൽ ഓഫർ ഫോർ സെയിൽ നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ നടത്തുമ്പോൾ നമുക്ക് 2 മെത്തേഡ്സ് ഫോളോ ചെയ്യാം. First one is book building method. Second one is fixed price offer method. 2 മെത്തേഡ് ആണ്. അത് ഏതിലായാലും, ഇപ്പോൾ ഇനി IPO ആയാലും ഓഫർ ഫോർ സെയിൽ ആയാലും 2 മെത്തേഡിലും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാവുന്ന 2 വേസ് ഉണ്ട്. ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് ആൻഡ് ഫിക്സഡ് പ്രൈസ് ഓഫർ മെത്തേഡ്. ബുക്ക് ബിൽഡിംഗ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഫിക്സസ് ദ ഇഷ്യൂ പ്രൈസ് ഓഫ് ഷെയർസ് ആഫ്റ്റർ അസർട്ടൈനിങ് ദ ഡിമാൻഡ് ഫോർ ദി ഷെയർസ് ഇൻ ദ ഷെയർ മാർക്കറ്റ്. അതായത് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇത്ര രൂപയുടെ ഷെയർസ് ആണ് നമ്മൾ കൃത്യമായിട്ട് പറയില്ല. ഓക്കെ, ഒരു കമ്പനി ഇപ്പോൾ സാധാരണ അങ്ങനെയൊന്നല്ല ചെയ്യുക. ഒരു കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു കമ്പനിയുടെ ഷെയറിന് 10 രൂപ, ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ട് ഒരു കമ്പനിക്ക് 1000 ഷെയർസ് ആവശ്യമുണ്ട്. അങ്ങനെയാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ കൊടുക്കുക. ഓക്കെ, ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ളത് 1000 ഷെയർസ് ആണ്. അതിന് ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ടാണ് താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതാണ് നമ്മൾ പ്രോസ്പെക്ടസിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുക. പക്ഷേ നമ്മൾ ബുക്ക് ബിൽഡിംഗ് മെത്തേഡാണ് ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ അതിൻ്റെ നമ്പറിനെ കുറിച്ചിട്ടോ എമൗണ്ടിനെ കുറിച്ചിട്ടോ ഒന്നും നമ്മൾ പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്യില്ല. ഒരു കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ന കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു, നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാം. അപ്പം പബ്ലിക് എന്ത് ചെയ്യും? ഡിമാൻഡ് ചെയ്യും. ഞാൻ ഇത്ര രൂപയുടെ ഷെയർസ്, ഇത്ര നമ്പർ ഓഫ് ഷെയർസ് വാങ്ങാമെന്ന് പറയും. അങ്ങനെ കുറേ ആൾക്കാരുടെ ഡിമാൻഡുകളൊക്കെ പൂൾ ചെയ്തിട്ട് ആ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ട് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാവുന്ന ഏതെങ്കിലും ഒരു പ്രൈസും ഒരു നമ്പറും അവർ ഫിക്സ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. തുടക്കത്തിൽ എന്ത് ഫിക്സ് ചെയ്യില്ല? ഷെയറിൻ്റെ ഇഷ്യൂ പ്രൈസോ എത്ര നമ്പർ ഓഫ് ഷെയർസോ വേണമെന്നോ അവർ ഫിക്സ് ചെയ്യില്ല. അവർ ആ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഷെയറിൻ്റെ ഡിമാൻഡ് നോക്കിയിട്ടേ അവരുടെ ഇഷ്യൂ പ്രൈസ് ഫിക്സ് ചെയ്യും. അതാണ് പറയുന്നത് ഫിക്സസ് ദ ഇഷ്യൂ പ്രൈസ് ഓഫ് ഷെയർസ് ആഫ്റ്റർ അസർട്ടൈനിങ് ദ ഡിമാൻഡ് ഫോർ ദി ഷെയർസ് ഇൻ ദ ഷെയർ മാർക്കറ്റ്. ഇപ്പൊ നമ്മൾ കമ്പനിക്ക് ഇങ്ങനെ ഒരു ഫിക്സഡ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് പ്രകാരം ഒരു കമ്പനി പബ്ലിക് ഓഫർ നടത്തി. ആ കമ്പനിയുടെ ഷെയർസ് കുറെ ആൾക്കാർ വാങ്ങാൻ വന്നു ഡിമാൻഡ് ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണ്? ആ കമ്പനിയുടെ ഷെയർസിന് നല്ല ഡിമാൻഡ് ഉണ്ട്, നമുക്ക് നല്ല ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യാം, ആൾക്കാർ അത് വാങ്ങിക്കൊള്ളും എന്ന് നമുക്ക് ഉറപ്പാണ്. അതേസമയം നമ്മളിങ്ങനെ ഒരു ഓഫർ കൊടുത്തു, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ആരും അത് പ്രത്യേകിച്ച് ഡിമാൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? വളരെ ലോ പ്രൈസിന് അതിൻ്റെ ഇഷ്യൂ പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലേ ആൾക്കാർ അത് വന്ന് വാങ്ങുള്ളൂ. അങ്ങനെ ഫോളോ ചെയ്യുന്ന, അങ്ങനെ ഇഷ്യൂ പ്രൈസ് ആഫ്റ്റർ അസർട്ടൈനിങ് ദ ഡിമാൻഡ് ഓഫ് ദി ഷെയർസ് ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. ഇറ്റ് ഫിക്സസ് ദ ഇഷ്യൂ പ്രൈസ് ഓഫ് ഷെയർസ് ആഫ്റ്റർ അസർട്ടൈനിങ് ദ ഡിമാൻഡ് ഫോർ ദി ഷെയർസ് ഇൻ ദ ഷെയർ മാർക്കറ്റ്. ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. Second method is fixed price offer method. In this case, the company fixes the issue price and advertise the number of shares to be issued. ഇത് കൃത്യമായിട്ട് പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ടാവും. ഈ കമ്പനി ഇത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ഷെയറിന് ഇത്ര രൂപ വെച്ചെന്ന് അവർ മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാവും. ഡിമാൻഡ് ഉണ്ടോ ഇല്ലേന്നൊന്നും ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കണില്ല. കമ്പനി തീരുമാനിക്കുകയാണ് ഇത്ര രൂപയ്ക്ക് ഇത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന്. ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് പ്രൈസ് ഓഫർ മെത്തേഡ്. ഇൻ ദിസ് കേസ് ദ കമ്പനി ഫിക്സസ് ദ ഇഷ്യൂ പ്രൈസ് ആൻഡ് അഡ്വർടൈസ് ദ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്. ഇഫ് ദ പ്രൈസ് ഈസ് വെരി ഹൈ the investors apply for the fewer number of shares. നമ്മൾ ഫിക്സ് ചെയ്യുന്ന പ്രൈസ് വളരെ കൂടുതലാണെങ്കിൽ അധികം ആൾക്കാരൊന്നും അത് വാങ്ങാനായിട്ട് വരില്ല. if the issue is under price, the investors will apply for more number of shares. അതേസമയം നമ്മൾ ഫിക്സ് ചെയ്ത പ്രൈസ് കുറവാണെങ്കിൽ നമ്മുടെ കുറേ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ കമ്പനിയുടെ ഷെയർസ്
സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് പ്രൈസ് ഓഫർ മെത്തേഡ്. സാധാരണ ഫോളോ ചെയ്യുന്നതും ഈ മെത്തേഡ് തന്നെയാണ്. ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് അത്രയ്ക്ക് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസ് മാത്രം ഫോളോ ചെയ്യുള്ളൂ. ഒരു സാധാരണ ഒരു ബിസിനസ്സുകാരൊക്കെ ഫിക്സഡ് പ്രൈസ് ഓഫർ മെത്തേഡാണ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ രണ്ട് മെത്തേഡ് ഉണ്ട്. ബുക്ക് ബിൽഡിങ്ങിൽ നമ്മൾ ഇഷ്യൂ പ്രൈസോ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡോ ഒന്നും മെൻഷൻ ചെയ്യില്ല. നമ്മുടെ കമ്പനിയുടെ ഷെയറിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് അവർ ഈ നമ്പറും പ്രൈസും ഒക്കെ ഫിക്സ് ചെയ്യും. അതേസമയം ഫിക്സഡ് പ്രൈസ് ഓഫർ മെത്തേഡിൽ നമ്മൾ ഇത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, ഒരു ഷെയറിന് ഇത്ര രൂപ എന്ന് മുൻകൂട്ടി നമ്മുടെ പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്യും. അത് പ്രകാരമേ ഇൻവെസ്റ്റേഴ്സിന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തേക്കുന്ന പ്രൈസ് ഹൈ പ്രൈസ് ആണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് വളരെ കുറച്ചേ വരുള്ളൂ. അതേസമയം നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്ന പ്രൈസ് വളരെ ലോ പ്രൈസ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിന് നമുക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.